ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഹിരോഷിമ നാഗസാക്കി ദിനവുമായി ബന്ധപ്പെട്ട കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ക്വിസ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ്. എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹിരോഷിമ, നാഗസാക്കി എന്നീ പട്ടണങ്ങൾ ഏത് രാജ്യത്താണ്? ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ആഗസ്റ്റ് 9. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് വർഷിച്ചത് എന്നാണ്? 1945 ഓഗസ്റ്റ് 6. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് എന്തായിരുന്നു? ഫാറ്റ്മാൻ. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിൻ്റെ പേര് എന്തായിരുന്നു? ലിറ്റിൽ ബോയ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗിച്ചത് ഏത് രാജ്യത്തെ സൈനികരായിരുന്നു? അമേരിക്ക. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേര് എനോള ഗേ. ലിറ്റിൽ ബോയ് എന്ന അണുബോംബിൻ്റെ ഭാരവും നീളവും എത്രയായിരുന്നു? 3 മീറ്റർ നീളവും 4400 കിലോഗ്രാം ഭാരവും. ഫാറ്റ്മാൻ എന്ന അണുബോംബിൻ്റെ ഭാരം എത്രയായിരുന്നു? 6.4 കിലോഗ്രാം. നാഗസാക്കിയിൽ അണുബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? ക്യാപ്റ്റൻ മേജർ സ്വീനി. നാഗസാക്കിയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പേരെന്തായിരുന്നു? ബോക്സർ വിമാനം. ഹിരോഷിമയിൽ ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? പോൾ ഡബ്ല്യു ടിബറ്റ്. അമേരിക്കയുടെ ഏത് തുറമുഖം ആക്രമിച്ചതിന് പകരമായിട്ടാണ് അമേരിക്ക അണുവായുധം പ്രയോഗിച്ചത്? പേൾ ഹാർബർ തുറമുഖം. ജപ്പാനിൽ അണുബോംബ് വർഷിച്ചത് ഏതു രാജ്യമാണ്? അമേരിക്ക. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ഹിരോഷിമയിൽ അണുബോംബ് പ്രയോഗിച്ചത് ഏതു സമയത്താണ്? രാവിലെ 8:15. ഹിരോഷിമയിൽ വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച മൂലകം ഏതായിരുന്നു? യുറേനിയം 235. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച യുദ്ധം? രണ്ടാം ലോക മഹായുദ്ധം. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച രാജ്യം? അമേരിക്ക. ഹിരോഷിമയിൽ അണുബോംബ് വർഷിക്കാൻ ഉപയോഗിച്ച വിമാനം ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? B-29 ഇനോള ഗേ. നാഗസാക്കിയിൽ വർഷിച്ച അണുബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്ഫോടനാത്മക വസ്തു ഏതായിരുന്നു? പ്ലൂട്ടോണിയം 239. ലോകത്ത് ആദ്യമായി അണുബോംബ് ഉപയോഗിച്ച ദിവസവും സമയവും? 1945 ഓഗസ്റ്റ് 6 തിങ്കൾ രാവിലെ 8:15 ഹിരോഷിമയിൽ. ജപ്പാനിലെ ഏതു നഗരത്തിലാണ് അമേരിക്ക ആദ്യ ആറ്റം ബോംബിട്ടത്? ഹിരോഷിമ. 1945 ഓഗസ്റ്റ് 6. ഹിരോഷിമയിൽ ആറ്റം ബോംബ് പ്രയോഗിച്ച അമേരിക്കയുടെ B-29 വിമാനത്തിൻ്റെ ലക്ഷ്യസ്ഥാനം എന്തായിരുന്നു? AIOI ബ്രിഡ്ജ്, ഹിരോഷിമ നഗരത്തിലെ. ഹിരോഷിമയിലെ ബോംബ് വർഷത്തിൽ അതിൻ്റെ അണുപ്രസരണം ഏറ്റ് രക്താർബുദം ബാധിച്ച് മരണപ്പെട്ട പെൺകുട്ടി? സഡാക്കോ സസക്കി. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിക്കപ്പെട്ട നഗരം? ഹിരോഷിമ. ലോകത്ത് ആദ്യമായി അണുബോംബ് പ്രയോഗിക്കപ്പെട്ട രാജ്യം? ജപ്പാൻ. 2 ബോംബാക്രമണങ്ങളിൽ നിന്നും ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും നിന്ന് രക്ഷപ്പെട്ട വ്യക്തി? സുറ്റോമു യമഗുച്ചി. സഡാക്കോ സസക്കി മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൂട്ടുകാരിയുടെ ഉപദേശപ്രകാരം എത്ര വെളുത്ത കൊക്കുകളെയാണ് ഉണ്ടാക്കിയത്? 645. ലോകത്താദ്യമായി അണുബോംബ് പരീക്ഷിച്ചത് എവിടെയായിരുന്നു? മെക്സിക്കോയിലെ മരുഭൂമിയിൽ, ട്രിനിറ്റി സൈറ്റ്. ആണവ നിരായുധീകരണത്തിൻ്റെ സന്ദേശവുമായി ശാസ്ത്രജ്ഞരുടെയും ചിന്തകരുടെയും നേതൃത്വത്തിലുണ്ടായ പ്രസ്ഥാനം? പഗ്വാഷ്. പഗ്വാഷ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാമായിരുന്നു? ബെർട്രാൻഡ് റസൽ, ജൂലിയോ ക്യൂറി, കാൾ പോൾ എന്നിവർ. ജപ്പാനിൽ അണുബോംബ് വർഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ഹാരിസ് എസ് ട്രൂമാൻ.
ആദ്യത്തെ അണുബോംബ് പരീക്ഷണം അറിയപ്പെട്ടിരുന്നത് ഏത് രഹസ്യ പേരിലാണ്? ട്രിനിറ്റി. മാൻഹാട്ടൻ പ്രോജക്റ്റിൻ്റെ ഭാഗം. ട്രിനിറ്റി ടെസ്റ്റ് നടത്തിയത് എന്നാണ്? 1945 ജൂലൈ 16. ആറ്റം ബോംബിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ്? റോബർട്ട് ഓപ്പൺഹൈമർ. മാൻഹാട്ടൻ പ്രോജക്റ്റിൻ്റെ തലവൻ ആരായിരുന്നു? റോബർട്ട് ഓപ്പൺഹൈമർ. അണുബോംബ് വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള അമേരിക്കയുടെ പദ്ധതിയുടെ പേര്? മാൻഹാട്ടൻ പ്രോജക്റ്റ്. ഞാൻ മരണമായി കഴിഞ്ഞു, ലോകം നശിപ്പിച്ചവൻ. ആറ്റം ബോംബിൻ്റെ വിനാശശക്തി കണ്ട് അതിനു രൂപം നൽകിയ ഗവേഷണ സംഘത്തിൻ്റെ തലവൻ പറഞ്ഞ ചരിത്രപ്രസിദ്ധമായ വാക്കുകളാണ് ഇത്. ആരുടേതാണ് ഈ വാക്കുകൾ? റോബർട്ട് ഓപ്പൺഹൈമർ. അണുബോംബിൻ്റെ ആദ്യ പരീക്ഷണങ്ങൾ നടന്നപ്പോൾ റോബർട്ട് ഓപ്പൺഹൈമറിൻ്റെ മനസ്സിൽ വന്ന ഭഗവത്ഗീതയിൽ നിന്നുള്ള വരികൾ എന്തായിരുന്നു? ദിവിസൂര്യ സഹസ്രസ്യ. സഡാക്കോ ആൻഡ് 1000 പേപ്പർ ക്രെയിൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരായിരുന്നു? എലീന കൊയർ. ഹിബാകുഷ എന്ന ജാപ്പനീസ് വാക്കിൻ്റെ അർത്ഥം? സ്ഫോടനബാധിത ജനത. അണുബോംബാക്രമണത്തിന് ഇരയായിട്ടും ജീവിച്ചിരിക്കുന്നവർക്ക് ജപ്പാനീസ് ഭാഷയിൽ പറയുന്ന പേര് ഹിബാകുഷ. ഹിരോഷിമ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏത്? ഹോൻഷു ദ്വീപുകൾ. ശാന്തിയുടെ നഗരം എന്നറിയപ്പെടുന്നത് ഹിരോഷിമ. 1000 കൊക്കുകളും ഒരു ശാന്തിപ്രാവും എന്ന ബാലസാഹിത്യ കൃതിയുടെ രചയിതാവ് ആരാണ്? പ്രൊഫസർ എസ് ശിവദാസ്. ലോകത്ത് ആദ്യമായി അണുബോംബ് വർഷിച്ചത് ഏതു പട്ടണത്തിലായിരുന്നു? ഹിരോഷിമ. ആദ്യത്തെ ആറ്റം ബോംബിൻ്റെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ ജനത സമാധാനത്തിൻ്റെ പ്രതീകമായി പണിത മ്യൂസിയം ഏതായിരുന്നു? ഹിരോഷിമ പീസ് മെമ്മോറിയൽ മ്യൂസിയം. നാഗസാക്കി ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ്? ക്യുഷു ദ്വീപുകൾ. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ച വർഷം ഏതാണ്? 1939. ഹിരോഷിമയിൽ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം ആദ്യമായി വിരിഞ്ഞ പുഷ്പം ഏത്? ഒലിയാണ്ടർ പുഷ്പം. 1974 മെയ് 18 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ അണുവിസ്ഫോടന പദ്ധതിയുടെ രഹസ്യനാമം എന്തായിരുന്നു? ബുദ്ധൻ ചിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണം നടന്നത് എവിടെ വെച്ചായിരുന്നു? പോക്രാൻ, രാജസ്ഥാൻ. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. പുറത്തുപോകൂ ശപിക്കപ്പെട്ടവനെ, ഗെറ്റ് ഔട്ട് യു ഡാംഡ് എന്ന കൃതിയുടെ രചയിതാവ് ആരായിരുന്നു? സദ്ദാം ഹുസൈൻ. ലോകത്ത് ആദ്യമായി ആറ്റം ബോംബ് ഉപയോഗിച്ചത് ഏത് യുദ്ധത്തിലാണ്? രണ്ടാം ലോക മഹായുദ്ധത്തിൽ. ഇന്ത്യയുടെ ആദ്യ അണുബോംബ് പരീക്ഷണത്തിന് ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേര് നൽകിയത് ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. സഡാക്കോ കൊക്കുകൾ എന്തിൻ്റെ പ്രതീകമാണ്? സമാധാനം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജനങ്ങൾ അനുഭവിച്ച വേദനകളും ദുരിതങ്ങളും ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച ഒരു പെൺകുട്ടിയുടെ ഡയറി 1947 പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആരുടേതാണത്? ആൻ ഫ്രാങ്ക്. യുദ്ധവും സമാധാനവും എന്ന കൃതിയുടെ രചയിതാവ് ആരായിരുന്നു? ലിയോ ടോൾസ്റ്റോയ്. ഇന്ത്യൻ അണുശക്തിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹോമി ജെ ഭാഭ. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? രാജ രാമണ്ണ. സെക്കൻഡ് ജനറൽ ആർമി ഏത് രാജ്യത്തിൻ്റെ സൈന്യമായിരുന്നു? ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ഭരണാധികാരി ആരായിരുന്നു? ഹിരാഹിറ്റോ. അണുബോംബ് നിർമ്മാണത്തിന് അമേരിക്ക നൽകിയിരുന്ന രഹസ്യ പേര് എന്തായിരുന്നു? മൻഹാട്ടൻ പദ്ധതി. പാക് അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത് അബ്ദുൽ ഖാദിർ ഖാൻ. ഹൈഡ്രജൻ ബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത് എഡ്വേർഡ് ടെല്ലർ. ഉദയസൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ. ലോകത്താദ്യമായി യുദ്ധത്തിനുപയോഗിച്ച അണുബോംബിൻ്റെ പേര് ലിറ്റിൽ ബോയ്. 1945 ഹിരോഷിമയിൽ.
രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും അവസാനമായി കീഴടങ്ങിയ രാജ്യം ഏത്? ജപ്പാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും അവതരിപ്പിച്ച കൃതി? ആൻ ഫ്രാങ്കിൻ്റെ ഡയറിക്കുറിപ്പുകൾ. ഹിരോഷിമ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിശാലമായ ദ്വീപ്. നാഗസാക്കി എന്ന വാക്കിൻ്റെ അർത്ഥം? ലോങ് കേപ്പ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക സമാധാനത്തിനായി രൂപം കൊണ്ട സംഘടന ഏത്? UNO, ഐക്യരാഷ്ട്ര സംഘടന. ബോംബാക്രമണത്തിന് ശേഷം ഹിരോഷിമ സന്ദർശിക്കുന്ന ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? ബറാക് ഒബാമ. ആൻ ഫ്രാങ്ക് തൻ്റെ ഡയറിയെ വിളിച്ച പേര്? കിറ്റി. ആറ്റം ബോംബ് വർഷിച്ച സമയത്തെ ജപ്പാൻ ചക്രവർത്തി ആരായിരുന്നു? ചക്രവർത്തി ഷോവ. ആറ്റം ബോംബ് വർഷിച്ച സമയത്തെ ജപ്പാൻ പ്രധാനമന്ത്രി ആരായിരുന്നു? കാന്താരോ സുസുക്കി. ഇന്നത്തെ വീഡിയോ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ.